നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുന്നേ ഞങ്ങളൊരു കബോർഡിന്റെ വീഡിയോ ചെയ്തിരുന്നു. അതിലൊരു സാധാരണക്കാരന്റെ ചെലവ് കുറിച്ച് എങ്ങനെ കബോർഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഇപ്പോഴത്തെ ഞങ്ങൾ ഫെറോസിമെന്റിൽ തീർത്ത ഒരു കബോർഡുകൾക്ക് എങ്ങനെ ഡോർ വെക്കാം, അതിനെങ്ങനെയെല്ലാം ഫ്രെയിം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ വീഡിയോ. ഇതിൽ ഞങ്ങൾ കുറച്ച് ഹൈ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെതായ ചെലവുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഫെറോസിമെന്റിൽ പലരും ചെലവ് ഇപ്പോൾ വീട് പണി ചെയ്ത് നടത്തുമ്പോൾ എല്ലാ ചെലവുകളും താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഫെറോ സിമെന്റുകൾ പലരും തട്ടിടാറുണ്ട്, റാക്കിടാറുണ്ട്, കബോർഡുകൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ അതിനേക്ക് ഒരു ഫ്രെയിം വെച്ച് ഡോറുകൾ ചെയ്യുമ്പോൾ അത് എങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ഈ വീഡിയോ. ഫെറോ സിമെന്റിൽ തന്നെയാണ് ഇതിന്റെ ഫുൾ ഫ്രെയിം ഉൾവശങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ പുറമോടി മാത്രമാണ് ഞങ്ങൾ ഭംഗിയോടുകൂടി ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇത് കൂടുതൽ ലൈഫ് കിട്ടാനും വീട് നിൽക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് കുറച്ച് റൈറ്റ് കൂടിയ നല്ല മെറ്റീരിയൽസ് മാത്രമാണ് ഞങ്ങൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഉൾവശം ഒന്ന് നോക്കാം. ഫെറോസിമെന്റ് തട്ടുകൾ കെട്ടി മേലെ ഹാങ്ങർ പൈപ്പ് വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ടാക്കി. ഇതിലേക്ക് 4-5 കല്ലുകൾ വെച്ചതാണ്. ഇതും ആദ്യത്തെ അതുപോലെ തന്നെ തട്ടുകളും നമ്മൾ ഷർട്ടോ മറ്റെന്തെങ്കിലും തൂക്കണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് പൈപ്പ് വെക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് മൊത്തം ഫെറോസിമെന്റിലാണ് ചെയ്തിട്ടുള്ളത് ആദ്യം. അതുകൊണ്ട് ചെതലോ അങ്ങനത്തെ മറ്റു പ്രശ്നങ്ങളോ യാതൊരു കേടുകളും ഇല്ല. നന്നായിട്ട് പ്രൈമർ അടിച്ച് അതിൻ്റെതായ ഫിനിഷ് ചെയ്താൽ അതിലെ ഫംഗസുകളും മറ്റ് ഈർപ്പം വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിവായി കിട്ടും. അതിന് വേണ്ട പെയിന്റിങ് കാര്യങ്ങളെല്ലാം നല്ല ക്ലിയറോട് കൂടി ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതും വേണ്ടപോലെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഇതിന്റെ ഫ്രെയിം ഇത് മൊത്തം ഞങ്ങൾ മൾട്ടിവുഡിലാണ് യൂസ് ചെയ്തത്. മൾട്ടിവുഡ് അത്യാവശ്യം ഹെവി സ്റ്റാൻഡേർഡ് സാധനം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈർപ്പമോ പൊടിയോ ചതലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിവുഡ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആ മൾട്ടിവുഡ് ഫ്രെയിം ഉണ്ടാക്കി അതിന് മുമ്പിൽ മൈക്കാണ് ഞങ്ങൾ ഇതിൽ മൈക്ക് ഫസ്റ്റ് ചെയ്തതാണ്. അത് ഇതിൽ തന്നെ ഇതും മൈക്കിലാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വൈറ്റ് ആംഗിൾ ഡോർ കാണുന്നത് ഇത് പാർട്ടിക്കിൾ ബോർഡാണ്. പാർട്ടിക്കിൾ ബോർഡ് കൊണ്ടാണ് ഇതിലൂടെ ഡോർ ചെയ്തിട്ടുള്ളത്. ഫ്രെയിമുകൾ മൾട്ടിവുഡും മൈക്കും, ഡോറുകൾ പാർട്ടിക്കൽ ബോർഡും. അത് ഡബിൾ സൈഡ് പ്രസ് ചെയ്ത് വന്ന പാർട്ടിക്കൽ ബോർഡായിരുന്നു. ഈ എഡ്ജ് മാത്രമേ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. അതിന് എഡ്ജ് ബാൻഡ് യൂസ് ചെയ്താണ്. ഇത് ഡബിൾ സൈഡ് പ്രസ് ചെയ്ത് ഞാൻ മുന്നേ തേക്കിന്റെ ഒരു പാർട്ടിക്കൽ ബോർഡിന്റെ കബോർഡ് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ വൈറ്റ് ഡബിൾ സൈഡ് പ്രസ് ചെയ്ത് കമ്പനി തരുന്ന ഒരു സാധനമാണ് ഇത്. അതാണ് ഞങ്ങൾ ഇതിന്റെ ഡോറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സൈഡിലായി തന്നെ ഞങ്ങൾ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഈ റൂമിന്റെ സ്പേസിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. ഹെവി റൂമല്ല, 11x12 ഈ റൂം ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പ് ഒന്നും ഇത് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ സ്ഥലപരിമിതിയും ബെഡും മറ്റും കാര്യങ്ങളും നോക്കി അതിനനുസരിച്ചുള്ള സെറ്റിംഗ്സ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഇതിന്റെ സൈഡിൽ തന്നെ ഞങ്ങൾ വെള്ളം കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു ബോക്സ് കൊടുത്തു. ആ ബോക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കബോർഡിന്റെ സെൻട്രൽ ഡോറിന് മാത്രമേ ഞങ്ങൾ ലോക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മളെല്ലാവരും മിക്ക ഡോറുകൾക്കും ലോക്ക് വയ്ക്കും. അത് നമുക്കൊരു ചെലവും എന്നാൽ ഉപയോഗിക്കാത്തതുമായ ഒരു കാര്യമാണ് ഈ ലോക്ക് എന്നത്. നമ്മളെല്ലാ കബോർഡുകളും ഒരിക്കലും കൂട്ടി നമ്മൾ സൂക്ഷിക്കാറില്ല. ചാവികൾ കാണൂല കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ കബോർഡുകൾക്കും ഈ വീട്ടിൽ ഞങ്ങൾ മൊത്തം 3 കബോർഡുകളാണ് ഇതേ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ളത്, ഇതേ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കബോർഡുകൾക്കും ഞങ്ങൾ സെൻട്രൽ മാത്രമേ അതിന് ലോക്ക് കൊടുത്തിട്ടുള്ളൂ. അതേ ഇതിൽ തന്നെ ഫെറോസിമെന്റിന് താഴെ ഒരു ഡ്രോവർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മേലെ ഹോൾ അടിച്ച് പീസുകൾ വെച്ച് അതിനടിയിൽ ഫിറ്റ് ചെയ്താണ് ഈ ഡ്രോവർ. ഇതിനൊരു ചാവിയും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നത്. ഹാൻഡിൽ വെച്ചിട്ടില്ല. ഹാൻഡിൽ വെക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹാൻഡിൽ കൂടി ഇങ്ങോട്ട് വന്നാൽ അല്ലാതെ പ്രൊജക്ട് ചെയ്ത് നമ്മുടെ ഡോറിനെ ബാധിക്കും. പിന്നെ ഇനി പറയുന്നതനുസരിച്ച് അത് പിന്നിലേക്ക് കൊടുക്കൂടെ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വൈഫിന്റെ സൗകര്യങ്ങൾ കുറയും. അപ്പൊ എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വലുപ്പിന് കീഴ്വശം പിടിച്ചിട്ടാണ് ഞങ്ങളുള്ള ഹാൻഡിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിന്റെ രൂപം. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ മൾട്ടിവുഡും മൈക്കും ഇത് പാർട്ടിക്കൽ ബോർഡും. അതാണ് ഇതിന്റെ സ്റ്റൈൽ. ഇനി ഇതിന്റെ ചെലവിനെ കുറിച്ചാണ്. അത്ര വായിച്ച സ്ഥലത്തൊന്നും വരുന്നില്ല. നമ്മുടെ ഈടും ലൈഫും എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഇതിൽ മാക്സിമം നല്ല സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾക്കിതിൽ ഈ ഫ്രെയിമും ഈ ഡോറും ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് 20,000 രൂപയോളാണ് നമ്മൾ
നമ്മുടെ സാഹചര്യം സ്ഥലമനുസരിച്ച് ചിലപ്പോൾ ചെറിയ വേരിയേഷനുകൾ വരാം, വ്യത്യാസങ്ങൾ വരാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫെറോസിമെന്റ് തീർത്ത ഡോറിന് ഫ്രെയിം ഇട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത് ലേബർ ചാർജ് അടക്കം 20,000 രൂപയാണ്.